ഹലോ ഗോയ്സ്, ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. പക്ഷേ ഇൻട്രോ എടുക്കാനുള്ള സമയമില്ല. പുറത്തൊരു തണ്ടി നിൽക്കുന്നുണ്ട്, കോക്കാച്ചി നിൽക്കുന്നുണ്ട്. ഈ കാണിച്ചു തരാം. അവിടെ ഒരു ജീവി നിൽക്കുന്നുണ്ട്. ഇൻട്രോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അതാ നിൽക്കുന്നു. നമ്മളവരെ കൊല്ലാൻ പോണ്. നിന്നെ കൊല്ലും കൊല്ലും കൊല്ലും. എല്ലാം മിസ്സായി. പടി ഞാൻ രക്ഷപ്പെട്ടു. അടുത്ത കൊല്ലും ഞാൻ. ചവിട്ടി. അയ്യോ അല്ല, എനിക്ക് പോയിസൺ അടിച്ചു. എനിക്ക് എന്താ പോലെ. ഭാഗ്യം. എനിക്കെന്തോ പോലെ. ഞാൻ ഓടട്ടെ. ഓടി എന്തിൻ്റെ ഉള്ളിലേക്ക് പോവാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിക്കാം. ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ വീഡിയോ. ഇപ്പോഴൊരു സമാധാനം ഗൈസ്. ഇത്ര നേരേക്ക് എന്തോ പോലേക്ക് തലകർക്കൊക്കെ വന്ന് ഞാൻ നിലത്ത് 2 മിനിറ്റ് കടന്നുപോയി. എൻ്റെ ഹാർട്ട് മൂടിയിട്ടില്ല. ഞങ്ങൾക്ക് ഫുഡൊന്ന് കഴിക്കണം. ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ പറയാൻ പറ്റേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോള് പറയണത് അവിടെ ഞാൻ മൈൻ ചെയ്തിട്ടുണ്ടെന്നില്ലേ, ആ കേവ് നമ്മളൊന്ന് കുറച്ച് ഡിസൈനും കുറച്ച് സെറ്റാക്കും വേണം. പിന്നെ അവിടെ വലിയൊരു സ്റ്റോറേജ് ഏരിയ ആക്കണം. ഇന്ത്യയിൽ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിലും ഉണ്ട്. എന്നാലും ഈ സ്റ്റോണിനായിട്ട് അങ്ങനത്തെ ഓരോ ഇതിനായിട്ട് സ്റ്റോറേജ് ഏരിയയും പിന്നെ അടിയിലുള്ള കേവ് ഞാൻ നേരത്തെ പാർട്ടിൽ കാണിച്ചിരുന്നു. ഈ കേവ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് കടക്കാൻ പറ്റിയില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സോംബീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ വയ്ക്കുക. ഒരു ഡേർട്ട് കൊണ്ട് അടിയിൽ നിന്ന് എടുക്കുക. വെറുതെ സ്റ്റോൺ വേസ്റ്റ് ആക്കണില്ല. ടാക്സ് ഇല്ല, അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഇതവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡേർട്ട് വെച്ചിട്ടുള്ളത്. ഇത് സ്റ്റോൺ വെച്ച് നമുക്ക് രാറ്റ്സ് ഇപ്പോൾ ഉണ്ടാക്കാം. ഇതിൽ വുഡൊന്നുമില്ല ഗൈസ്. വുഡ് ഞാൻ പോയി മൈൻ ചെയ്യേണ്ടി വരും. നമ്മുടെ വീടൊക്കെ അതായിരിക്കുന്നു. ഇത് ഈ ഭാഗമാണ് ഇപ്പോൾ ഇതാക്കാനുള്ളൂ. അയ്യോ, അതിൻ്റെ ഉള്ളിൽ വിച്ചാണോ സോംബിയാണോ എന്താ സോംബി അല്ല ഇത് വരുന്നു. അവിടെ ഇത് ഷെൽഡ് പിടിച്ചിരിക്കുക. ഇതാ ഈ സോംബിനോട് കൊല്ലുക. ചാവ്. ചത്തു. എല്ലാതും കിട്ടിയ അത് അടുത്ത ക്രീപ്പർ. അയ്യോ എവിടെ അയണുണ്ട്. അതോ പൊട്ടിക്കാൻ സമയമില്ല. പൊട്ടിക്കാൻ പ്ലീസ്. എന്താ അവിടെ ഓക്കെ, ഞാൻ ഒന്ന് കവർ ചെയ്യട്ടെ അവിടെ. ഓക്കെ, ഇവിടെ അതോ അവിടെ രണ്ടാമത്തെ ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ ഇത്ര ലക്കെന്ന് അറിയാത്ത 3 എണ്ണോ. ഇഷ്ക്ക് പൊലിവ് വയ്യ. എന്താ ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോൾ ഒരാളിങ്ങനെ തുള്ളിച്ചാടി വരും. അതൊക്കെ നമ്മുടെ ഓരോ ലക്കിനനുസരിച്ചിട്ട് ആ വേൾഡ് ഉണ്ടാവുക. അയ്യോ, എന്താ ഇപ്പം ചത്തുന്ന് തീരുമാനമാവും. ഞാൻ അടിച്ചില്ല. ഇപ്പോൾ എൻ്റെ മേത്ത് കൊണ്ടില്ല. ഞാൻ അപ്പോൾ രക്ഷപ്പെട്ടു. പിഗി സുഖല്ലേ? നിന്നെ മേത്തല്ല ആ പോഷൻ തട്ടി തോന്നുന്നു. ഓക്കെ, നമുക്ക് ഭാഗ്യമുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എൻ്റെ ഈ ഉണ്ടക്കണ്ണ് കൊണ്ട്? നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്ക് ഈ നാരായണ ഇത്ര പെട്ടെന്ന് കിട്ടാൻ? എൻ്റെ ഈ ഉണ്ടക്കണ്ണുകൾ കാണുന്നുണ്ടോ? 2 ഉണ്ടക്കണ്ണുകളാണ്. ഈ വലിയ കണ്ണുകൾ കൊണ്ടാണ് ഞാൻ ആ 2 കണ്ടത്. അതുമല്ല അതിൻ്റെ ഉള്ളിൽ വിച്ചിനെയും കണ്ടത്. ഇവിടെ തന്നെ ആ വിച്ച് അവിടെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ ഉണ്ടാവുമോ അറിയില്ല. നമുക്ക് നേരത്തെ കിട്ടിയ മറ്റേ ക്യാരറ്റില്ലേ, അത് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവിടെ ബോണും പിന്നില്ലേ. എനിക്കാണെങ്കിൽ ബോൺ വീല് ഇത് കുറേ ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ആ ഫാർമൊന്ന് സെറ്റാക്കിയാലോ. അയാണ് ഫസ്റ്റ് നമുക്ക് ബക്കറ്റ് ആവശ്യമുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ സ്മെൽറ്റ് ചെയ്യാനുള്ളതാക്കാം. ഫുഡും ഇല്ല, അതല്ല അതിൻ്റെ ഒരു ആക്സും ഇല്ല. അതൊരു പണിയാണ്. ആ പിക്കാച്ച് അയൺ പിക്കാച്ച് എന്തിനാണെന്ന് വെച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടാവും. ഫസ്റ്റ് ഒരു വുഡെങ്കിലും വേണം, എന്നാലേ നമുക്ക് സ്റ്റിക്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2 ഡേർട്ട് വെച്ചിട്ട് നമുക്ക് ആ വഴിയൊന്ന് സെറ്റാക്കണം. ഓക്കെ, എല്ലാം സെറ്റാണ്. ഒരു സോംബിയൊക്കെ അവിടെ. അതിപ്പോൾ എന്നെ കണ്ടിട്ട് തന്നെ ചാവും. എൻ്റെ കണ്ണിക്ക് നോക്കടാ. കണ്ടോ, കണ്ണിക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചത്തു. അത്ര പേടിയാണ് എൻ്റെ കണ്ണിന്. എല്ലാവർക്കും എൻ്റെ കണ്ണ് കണ്ടാൽ പേടിയാക്കുന്നുണ്ട്. നമുക്ക് തടി നമുക്ക് ML ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ തട്ടി ഇങ്ങനെ അങ്ങോട്ട് വന്ന് കളിക്കുകയാണ്. ഒരു സുഖം. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടവർക്ക് ഷെയർ ചെയ്യുക. നാരായണ സെറ്റായി. 3 എടുത്ത് ബക്കറ്റ് എടുത്ത് വെള്ളം എടുക്കാൻ പോകണം. വാട്ടർ വേണം നമുക്ക്. ബക്കറ്റ് ഉണ്ടാക്കി വാട്ടർ എടുക്കട്ടെ. വെള്ളം കിട്ടി. ഇതുകൊണ്ട് പോയി മുകളിൽ നമുക്ക് ഫാർമ് റെഡിയാക്കണം. ഇവിടെ കേവ് കൊണ്ട് നമ്മളതെടുക്കുകയാണ്. ഇന്ന് നമുക്ക് കുറച്ച് കോഡ് കിട്ടിയിട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് മുളിക്ക് പോവാം. പിന്നെ
അറിയ എടോ ഇതെവിടുന്ന് ഈ ക്രീപ്പർ വന്ന് അപ്പം തീർന്നേനെ എൻ്റെ വീട് മൊത്തം ഒരു സോംബിയും വരുന്നുണ്ട് തോന്നുന്നു. നമുക്കുള്ള റിസോഴ്സ് ഒപ്പിക്കട്ടെ പോയിട്ട്. ഇതിൻ്റെ പരിപാടി നിന്നു. അല്ല ഇത് കൃഷി ചെയ്യാൻ പറ്റും. അത് ശരി. ഇത് നമുക്ക് ഫാം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഒറ്റയ്ക്ക്. നമുക്ക് ആവശ്യമില്ല. നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ എല്ലാം സെറ്റ്. നമ്മുടെ കേവിൻ്റെ കാര്യം കൂടി ഉള്ളൂ. ഓക്കെ ഇത് സെറ്റായി. നമ്മുടെ ഒരു വഴിയും കൂടി ഉണ്ടാക്കി വെക്കണം. എപ്പോഴും ആവശ്യമുണ്ടാവും. അവിടെ ലൈറ്റൊക്കെ അയ്യോ ക്രീപ്പർ ഇത് പ്രോബ്ലം. ഇതൊക്കെ എന്ത് ഇതൊക്കെ നമ്മളെപ്പോൾ പോകും. അപ്പോൾ ഈ പാർട്ടത്തെ ഫസ്റ്റത്തെ ഡേ എന്താ അടുത്ത ടൂൾസ് മൊത്തം എടുത്തിട്ട് അവനൊക്കെ റിവെഞ്ച് ചെയ്യണം. അവിടുത്തെ എല്ലാ ബ്ലോക്കും പൊട്ടിച്ചു. അത് കെട്ടി നമ്മുടെ ടൂൾസ് ഭാഗ്യം. അവിടെ ടോർച്ച് ചെയ്ത് വെക്കുക. അത് നമുക്ക് സേഫായിരിക്കും. ഓക്കെ ഒരു ഒറ്റ ബ്ലോക്ക് പഠിച്ചിട്ടില്ല ക്രീപ്പർ. ഒറ്റ ബ്ലോക്ക് കുഴപ്പമില്ല. എന്താ നമുക്ക് ഇതൊക്കെ മൈനിങ് മാറ്റണം. മൈനിങ് പ്രോസസ്സ് തുടങ്ങാം നമുക്ക്. ഇത് അയണ് കിട്ടിയേ. ഞങ്ങൾക്ക് അയണ് കിട്ടി. 2 അയണ്. എൻ്റെ മോനെ 2 അല്ല 4 അയണ്. എനിക്ക് 4 അല്ല 5 6 7 8 അയണോ 9 അവിടെ 10 അയണ്. എനിക്ക് വലിയ വിഷയം കാര്യം. 10 അയണിക്ക് ഇത്ര കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 10 അയണേ 10 അയണ് ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് 10 അയണ് ഇങ്ങനെ 10 അയണ് ഇങ്ങനെ വയ്യ. ഈ അയണിക്ക് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. റോട്ടം ബ്രഷ് ഇരുന്നിട്ട് നമുക്ക് അവിടെ പണി പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പച്ചാവും എടാ ചത്തുപോടാ. നിനക്ക് പോഷൻ കിട്ടിനോടാ. നിന്റെ പോഷൻ തന്നെ എൻ്റെ മേത്തറ വട്ടായോ. എല്ലാതും കിട്ടിയിന്നോ ഇല്ല. ഞാൻ ഇപ്പോൾ കഥം തീരും തീർന്നു എനിക്ക് തരാറുന്നു. തീർന്നിപ്പോൾ എന്താ തീരാത്ത്. തീർന്നു കഴിഞ്ഞാൽ ഇപ്പൊക്കെ എൻ്റെ സാധനങ്ങൾ ഇവിടെ തന്നെ ചേഞ്ചിട്ട് എടുത്തിട്ട് പോകുമായിരുന്നു. ഈ ലെതർ വെച്ചിട്ട് ഇതിനെ പവർ കൂട്ടാൻ പറ്റുമോ? ഇതിനെ പവർ കൂട്ടാൻ പറ്റുമോ? വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയണേ. മെൻറ്റിങ് അല്ലാതെ വേറെ വല്ലതും ഐഡിയ ഉണ്ടെങ്കിൽ എന്ന് പറയണേ. ഇതൊക്കെ കഴിക്കന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കട്ടെ. ഞാൻ എൻ്റെ പണി പിന്നെയും തുടങ്ങാം.
ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോയിൽ ഒരു കോളേ ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷേ 2 കോളായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഉണ്ടക്കണ്ണ് കൊണ്ട് ഈ വീഡിയോ നമുക്ക് നിർത്താം. അപ്പോൾ ബൈ.